പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ യോഹന്നാന്റെ സുവിശേഷം 20:22 അടിയൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരിലെ നിശ്വസിച്ചതുപോലെ എന്റെ മേലും നിശ്വസിക്കണമേ. ഞാനും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എന്തിനാ നിശ്വസിക്കണത്? ഇപ്പം സങ്കീർത്തനം പറഞ്ഞില്ലേ, കർത്താവേ എന്നെ നിശ്വസിക്കണമേ, എനിക്ക് അരൂപിയെ നൽകണമേ. കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കണമേ. ഈ ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ. സങ്കീർത്തനം 104:30. എന്തിനാണ് അരൂപിയെ അയക്കണത്? സങ്കീർത്തനം 104:30. കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കണമേ. എന്തിനാണ് അയക്കണത്? ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ. ജീവശ്വാസം എത്തുമ്പോൾ അവശിഷ്ടിക്കപ്പെടുന്നു, ഭൂമുഖം നവീകരിക്കപ്പെടുന്നു. ജീവശ്വാസം, പരിശുദ്ധാത്മാ പ്രസാദപരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഭൂമുഖം നവീകരിക്കും. അപ്പം നിങ്ങളവർക്ക് ഭൂമുഖം, ആഫ്രിക്കയുടെ മുഖം, ഭൂമുഖം ഇന്ത്യയുടെ മുഖം, അമേരിക്കയുടെ മുഖം, ഭൂമിയുടെ ഉപരിതലം എന്നല്ല അർത്ഥമേ. മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സിന് വെളിവ് വരട്ടെ എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണവതാണ്. മനുഷ്യൻ്റെ മനസ്സിന് വെളിവ് വരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കൊറോണ കൂടിക്കൂടി വരികയല്ലേ അല്ലേ? ശരിക്കും നമ്മൾ 5 കൊറോണ ഉണ്ടായ സമയത്ത് 5 വാതിലും പൂട്ടി അകത്തിരുന്ന ആൾക്കാർ ഇപ്പം 5000 കൊറോണ മരണങ്ങളുണ്ടാകുന്ന സമയത്ത് 50 വാതിലും തുറന്ന് പുറത്തേക്ക് ചാടുകയില്ലേ? എന്നിട്ട് ഗവൺമെൻറ് കഴുത്തേക്ക് അറിയണം, പള്ളി തുറക്കൂ, വീട് തുറക്കൂ, ഞങ്ങൾ പുറത്തേക്ക് വരട്ടെ, ഇങ്ങനെ വിമാനം കൊണ്ടുപോവാ, വിമാനത്തിൻ്റെ റേറ്റ് കുറക്കൂ. നിങ്ങൾ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കരുത്. അവരാണ് അധികാരികളെ. വേറെ ഒരു ഉദ്ദേശത്തിലുമല്ല ഗവൺമെൻറ് അങ്ങനെ ചെയ്യണത്. ഗവൺമെൻറ് തന്നെ ഇപ്പോഴും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ സർക്കാരിന് വേണ്ടി മര്യാദയ്ക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എന്തിനാണെന്നറിയാവോ? അങ്ങയുടെ അരൂപിയെ അയക്കുക. ഭൂമുഖം നവീകരിക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ മുഖത്ത് വ്യത്യാസം ഉണ്ടാകാനല്ല, മനുഷ്യൻ നവീകരിക്കപ്പെടണം, അവന് വെളിവ് കിട്ടണം. അധികാരികൾക്കായാലും സമൂഹത്തിനായാലും ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. യേശുവേ സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സന്തോഷത്തോടെ, അഭിഷേകത്തോടെ, സ്നേഹത്തോടെ. ഓ ആത്മാവേ, അഭിഷേകമായി ഞങ്ങൾ
വെളിച്ചം പകരണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വരപ്രസാദത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വിജ്ഞാനദായകനേ, വിജ്ഞാനദായകനേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വിജ്ഞാനദായകനേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. അസ്ഥികൾ വളരുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട്. അസ്ഥികൾ വളരുന്ന, അതായത് ചില അസ്ഥികൾ ഇടയ്ക്കിടായിട്ട് വളരുന്നു, എന്നിട്ട് ശരീരത്തിന് പുറത്തേക്ക് തള്ളി വരാൻ പോകുന്ന പോലെ മുഴ പോലെ കാണിക്കുന്നു. ആ അസ്ഥികൾ മുറിച്ച് കളയേണ്ടി വരേണ്ട അവസ്ഥകളാണ്. അങ്ങനെയുള്ള അസ്ഥികളെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈശോ കാണിച്ചു തരുന്നത്. നിങ്ങൾ അസ്ഥിവേദന ഉള്ളവരെ, അസ്ഥി ഉന്തി നിൽക്കുന്നവരോ അസ്ഥി തെറിച്ച് നിൽക്കുന്നവരോ പല്ല് പോലും ഇടയ്ക്കിടായിട്ട് വളർന്ന് ചാടി വരുന്നില്ലേ, അങ്ങനെയുള്ള ആ വശങ്ങളിലേക്കെല്ലാം സ്പർശിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മ മാതാവിനോട് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവെ, അസ്ഥി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈശോ അസ്ഥി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസ്ഥി ഉന്തി വരുന്നവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് അമ്മ മാതാവിന്റെ മധ്യസ്ഥല് അസ്ഥി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. വെളിച്ചം പകരണമേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം എന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മോളി. ഞാൻ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്കും എൻ്റെ മോൾക്കും മാതാവിൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹം ലഭിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോള് OET പരീക്ഷ 6 പ്രാവശ്യം എഴുതി തോറ്റായിരുന്നു. 7ാം പ്രാവശ്യം പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ മോൾക്ക് ഇനി സഹായിക്കാൻ ആരുമില്ല, ഇപ്രാവശ്യം എൻ്റെ മോളെ അമ്മ പരീക്ഷയ്ക്ക് ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ പ്രാവശ്യം അവൾ പരീക്ഷയ്ക്ക് ജയിച്ചു. എൻ്റെ പേര് ആനി. ആദ്യമായി തന്നെ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു, തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ മമ്മി പറഞ്ഞതുപോലെ ഞാൻ 6 തവണ OET പരീക്ഷ എഴുതിയിട്ടും പാസ്സായിട്ടില്ലായിരുന്നു. എപ്പോഴും എനിക്ക് 2 Bയും 2 Cയും അങ്ങനെയായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു തവണ പോലും എനിക്ക് ലിസണിങ്ങിനും റീഡിങ്ങിനും C മാത്രമേ കിട്ടിയിട്ടുള്ളൂ. C+ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 7ാം തവണ മമ്മി ഉടമ്പടി എടുത്തു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു, നീ എന്തായാലും ഇത്തവണ പാസ്സാകുമെന്ന് പറഞ്ഞു. ആ മാതാവിലുള്ള ഉറച്ച വിശ്വാസം, എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല.
കാരണം എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും വയസ്സായവരാണ്. ഒരു കുഞ്ഞുണ്ട്, ഭർത്താവ് ജോലിക്ക് പോയ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഉടമ്പടി എടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ മമ്മി എൻ്റെ കയ്യിൽ ഉപ്പും തേനും തന്നായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടക്കാതെ ചെല്ലിയിരുന്നു. രാവിലെ ഞാൻ പോയി അവിടെ പരീക്ഷ എഴുതാൻ നേരത്ത് എനിക്കറിയത്തില്ല, ഞാൻ ലിസണിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ആരോ വന്ന് പറഞ്ഞു തരികയായിരുന്നു. എൻ്റെ കൈ റീഡിങ്ങിന് ഒരിക്കലും എനിക്ക് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു തവണ പോലും എനിക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് മാതാവ് എൻ്റെ ചെവിയിൽ വന്ന് ഉത്തരങ്ങൾ ഓരോന്നായി പറഞ്ഞു തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് ആദ്യമായിട്ട് തന്നെ എപ്പോഴും ഒരു 18 ദിവസം കൊണ്ട് എടുക്കുന്ന എക്സാം റിസൾട്ട് വെറും 6 ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ 6ാമത്തെ ദിവസം ഞാനിങ്ങനെ ലോഗിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം കയ്യിലെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ മാതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് 4 വിഷയങ്ങൾക്കും എനിക്ക് B കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ ഒക്ടോബർ മാസമാണ് മാതാവ് എന്നെ സഹായിച്ചത്. ആ 10 ദിവസവും ഞാൻ കൊന്തയില് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, പള്ളിയിൽ പോയായിരുന്നു. അപ്പോൾ മാതാവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ ആ 1 വർഷത്തേക്കും ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്രാവശ്യവും ഈ ഒക്ടോബർ മാസം ഞാൻ മുടക്കാതെ 10 ദിവസം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മമ്മി എനിക്ക് പത്രം കൊണ്ട് തരുമായിരുന്നു, ഞാനത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് ഒക്ടോബർ മാസം 9-ാം തീയതി എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഞാൻ അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി, ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് ഈ മാസം തന്നെ ഞാൻ AWSന് വെച്ചു. AWSന് വെച്ച് എനിക്ക് 31-ാം തീയതി അത് 30-ാം തീയതി എനിക്ക് കിട്ടിയാലേ ഉള്ളൂ, എനിക്ക് 31-ാം തീയതി വിസയ്ക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ 30-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് അമ്മയുടെ മാസമാണ്. ഈ വണക്ക മാസത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ അമ്മ എനിക്ക് ഇതെല്ലാം ശരിയാക്കി തരണമെന്ന്. 29-ാം തീയതി 30-ാം തീയതി വരെ പോയില്ല. എനിക്ക് 29-ാം തീയതി രാവിലെ എനിക്ക് എൻ്റെ AWS കിട്ടി. 30-ാം തീയതിയിലേക്ക് ഞാൻ അപേക്ഷ വെച്ചു. 31-ാം തീയതി ഞാൻ വിസയ്ക്ക് വേണ്ടി ഡൽഹിക്ക് പോയി. അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്തു. ഒരു 11 ദിവസത്തോളമൊക്കെ കിട്ടുന്നതായിരുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് തന്നെ കിട്ടി. മാതാവ് എന്നെ സഹായിച്ചു. എനിക്ക് വിസ വന്നു. ഞാൻ നാളെ അയർലൻഡിലോട്ട് പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ കരപിടിച്ചുയർത്തിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. അത്രയും വിഷമഘട്ടങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയത്. ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇതുവരെ നിനക്ക് പോകാറായില്ലേ എന്നൊക്കെ ഒത്തിരി ചോദിച്ചു. പക്ഷേ എനിക്ക് മാതാവിലുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ മാതാവ് കരകയറ്റുമെന്ന്. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. ഞാൻ ഉറച്ച് മാതാവിൽ വിശ്വസിക്കുന്നു. മാതാവിന് നന്ദി ഉണ്ടായിരിക്കട്ടെ. അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഞാൻ 15 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറവുണ്ടായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ ഈ ഫെബ്രുവരിയിൽ എനിക്കത് വീണ്ടും തുടങ്ങിയായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് കൊളോണോസ്കോപ്പി ചെയ്ത് മുഴുവനും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതലാവും, അതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ റിസൾട്ട് തന്നില്ല. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അപ്പം ആ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതലായിട്ട് ക്യാൻസറിൻ്റെ ഒരു അംശം കാണുന്നുണ്ട്. അംശം എന്ന് പറഞ്ഞാൽ 8-ൽ 5 ഭാഗത്ത് എനിക്ക് കൂടുതലായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വരാൻ കാത്തിരുന്ന് അവിടെ ഇരുന്ന് വാർത്തിരുന്നപ്പോൾ എൻ്റെ മോളൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിക്കാശ് രൂപ എടുത്ത് അവിടെ ഇരുന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കെന്ത് രോഗങ്ങൾ വരുത്തിയാലും കഠിനമായിട്ടുള്ള രോഗങ്ങൾ, ഞാൻ ഉദ്ദേശിച്ചത് ക്യാൻസർ തന്നെയാണ്, എനിക്കത് വരുത്തില്ലേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെതായി ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിൾ വചനം എൻ്റെ മനസ്സിലോട്ട് വന്നു. മരുന്നോ ലേപന വസ്തുക്കളോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ വചനം പറഞ്ഞ് ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്, അതുപോലെ എനിക്ക് ആ ക്യാൻസർ വരുത്തില്ല എന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ യാതൊരു ലക്ഷണവും പോലും ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്നും കരകയറ്റി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി
വാർക്കം നടക്കുന്ന ദിവസമായിരുന്നു. തലേദിവസം വരെ യാതൊരു കാലാവസ്ഥയ്ക്ക് കുഴപ്പം, നല്ല വെയിലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വാർക്കയ്ക്ക് തീരുമാനിച്ചു. പക്ഷേ അന്ന് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. മഴയൊന്നും തോരുന്നു പോലും ഇല്ലായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒന്നും തോരുന്നില്ല. പണിക്കാർ വന്നു, അവർക്കുള്ള ഭക്ഷണത്തിലൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മണിയായപ്പം ഞാൻ ഉപ്പ് കയ്യിലെടുത്ത് മുറ്റത്തിറങ്ങി നിന്ന്, അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് നിന്നിരുന്നത്. ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനതാ മഴവെള്ളത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. മാതാവേ, ഇന്ന് എൻ്റെ വാർക്കം നടക്കണം, എനിക്ക് വാർക്ക തീരുന്നോടം വരെ മാതാവ് മഴ പെയ്യിക്കാതെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 10 മണിയായപ്പോൾ ഞങ്ങൾ വീട് വാർക്കുന്നിടത്തോട്ട് പോയി. അവിടെ ചെന്നപ്പം മഴ ശകലം കുറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ അന്നേരം ഉപ്പിരിപ്പാണ്. ഞാൻ ആ ഉപ്പെടുത്ത് ആ വാർക്കയുടെ സിമെൻറ്റൊക്കെ കൂട്ടുന്ന മെഷീൻ്റെ അകത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നാണെങ്കിലും പണിയെല്ലാം നടന്ന് അവർ വാർക്കയെല്ലാം പൂർത്തിയായി കയ്യും കാലെല്ലാം കഴുകി എല്ലാം മൂടിയിട്ട് പുറത്തിറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് വഴിയിൽ നിൽക്കുകയായിരുന്നു. അത് അമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ എൻ്റെ മോളുടെ കാര്യം തന്നെയാണ്. അവൾക്ക് ഞാൻ ഈ കൊന്തമാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആദ്യമൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ മോൾക്ക് ഇതൊന്നും സാധിക്കുന്നില്ല, ഈ 10-ാം തീയതിക്ക് ഇപ്പറായിട്ട് അമ്മ എന്തെങ്കിലും എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അവൾ 8-ാം തീയതി ഏജൻറ്റിനെ വിളിച്ചു. 9-ാം തീയതി തന്നെ അവർക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. അതിലവൾ പാസ്സായി. പിന്നെ അവളുടെ പേപ്പർ വയ്ക്കുന്ന ദിവസം ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൊന്തമാസം തീരുന്നതിനിപ്പുറം എൻ്റെ മോളുടെ പേപ്പറെല്ലാം വെക്കാനുള്ള ഭാഗ്യം തരണേന്ന് പറഞ്ഞു. 31-ാം തീയതി അവൾക്ക് പേപ്പർ വെക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം വിസ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ സുവിശേഷപ്പെട്ടി എടുത്ത് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയായിരുന്നു. എന്നും ഞാൻ കരഞ്ഞാണ് മാതാവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. സുവിശേഷപ്പെട്ടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 30-ാം അധ്യായം 19-ാം വാക്യമാണ് എനിക്ക് കിട്ടിയത്. നിൻ്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും, അവിടുന്ന് ആ സ്വരം കേട്ട് നിനക്ക് ഉത്തരമരുളും എന്നായിരുന്നു. ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, അത് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നു. എന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ തടത്തിയാലും എൻ്റെ കൊച്ചിന് ഇത് സാധിച്ച് കിട്ടും എന്നുള്ള നല്ലൊരു വിശ്വാസത്തിൽ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമൊന്നും വന്നില്ല, എൻ്റെ കരച്ചിലൊക്കെ മാറിയായിരുന്നു. അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് എൻ്റെ മോൾക്ക് ഇന്നലെയാണ് വിസ കിട്ടിയത്. അവൾ നാളെ രാവിലെ അയർലൻഡിന് പോവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, കാരണം ഒരു തയ്യാറെടുപ്പും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഒരുക്കി തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇനി എൻ്റെ കാരുണ്യ പ്രവൃത്തിയിൽ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും അരിയും പയറ് പച്ചക്കറിയെല്ലാം പല വ്യഞ്ജനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ പഞ്ചസാര, തേയില, ഇങ്ങനെ തന്നെ കഴിയുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്നൊക്കെ മേടിക്കാൻ ആവശ്യമില്ല, ക്യാൻസർ രോഗികളാണെന്നോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രോഗികളാണോ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസയും കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസന മാസിക മേടിച്ച് അത് പ്രാർത്ഥിച്ച്, അമ്മ ഇത് അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാനത് കൊടുക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എന്നും പള്ളിയിൽ പോകുന്നതിനുള്ള അനുഗ്രഹമുണ്ട്. പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ ഇന്ന് പോകത്തില്ലായിരുന്നു. മഴയുള്ള ദിവസമൊക്കെ ഞാൻ മടിച്ച് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എത്ര മഴയാണെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ 4:30 ആകുമ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി 5:30 മുമ്പായിട്ട് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 5:45 കുർബാന ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വന്ന് ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കും, അതിലും പ്രാർത്ഥിക്കും. മാതാവിൻ്റെ എണ്ണയും ഉപ്പും എല്ലാം ഉപയോഗിച്ച് ചെറിയ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ആദ്യമേ തന്നെ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറോം ജോഷി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ്. ഞാൻ ഒരു ഡെക്കേഡറ്റാണ്, അതായത് മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ അതിൻ്റെ പരീക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ലീവിൽ വന്നിരിക്കുന്നതാണ്. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ മാസം 3-ാം തീയതിയാണ് ഈ കൊല്ലം. ഞാൻ അതിൽ വെച്ച ഒരു ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള, ഞാൻ തുടരെ പരാജയപ്പെട്ടിരുന്ന എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനെക്കുറിച്ച് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആദ്യ 3 മാസങ്ങളിൽ ഉണ്ടായ ഇൻ്റർവ്യൂകളെല്ലാം എനിക്ക് പരാജയം തന്നെയായിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കുവാനായി സെപ്റ്റംബർ 10-ാം തീയതി കൃപാസനത്തിൽ വരികയുണ്ടായി. അന്നേരമാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്യുന്നതിൽ കാരുണ്യ പ്രവൃത്തികൾ വളരെ കുറവായിരുന്നു. അതായത് എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവരോട് കുറച്ച് സഹായം ചെയ്യുകയല്ലാതെ വേറൊരു കാരുണ്യ പ്രവൃത്തിയും ഞാൻ പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത്, അവനും ഉടമ്പടിയായിരുന്നു, അവൻ പറഞ്ഞു അവൻ ഒരു വയോധാലയത്തിൽ പോയി അവിടുത്തെ അപ്പച്ചന്മാർക്ക് കുളിപ്പിക്കുകയും ഷേവ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ ഒപ്പം പോയി ആ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ആദ്യ 2 ആഴ്ച ഞാൻ പോയത്
എൻ്റെ നിയോഗം എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് ആലോചിച്ചായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ ഒരു കടമയായി സ്വീകരിച്ചു. മാതാവിനോടുള്ള എൻ്റെ ഭക്തി അതിലൂടെ കൂടാൻ സാധിച്ചു. ഞാനപ്പോൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായി, അതായത് രണ്ടാമതായി ഉടമ്പടി പുതുക്കിയപ്പോൾ കൂടുതലായി ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിലൂടെ ഒക്ടോബർ മാസം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞാൻ അതിൽ പാസ്സാകുമെന്നാണെന്ന് എൻ്റെ വലിയ പ്രതീക്ഷ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഒക്ടോബർ മാസം ഞാൻ പാസ്സാകുകയാണെങ്കിൽ ഞാനവിടെ ഉടമ്പടി ജവ്മാല റാലി വോളണ്ടിയറായിട്ട് ഞാൻ വരുമെന്നു. പക്ഷേ ആ മാസവും മാതാവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ പോകണ്ട. ആ മാസവും എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ റാലിയിൽ വോളണ്ടിയറായിട്ട് വന്നിരുന്നു. ആ ദിവസം രാത്രി ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വാക്യം എന്ന് പറയുന്നത് തോബിയാസിൻ്റെ വിവാഹ സമയമായിരുന്നു. അതിൽ സാറായി വിവാഹം ചെയ്യുമ്പോൾ 7 പ്രാവശ്യം സാറായെ മറ്റുള്ളവർ വിവാഹം ചെയ്തിരുന്നു. എന്നിട്ടും 8ാം പ്രാവശ്യമാണ് തോബിയാസ് വന്ന് വിവാഹം ചെയ്തപ്പോഴും കർത്താവ് അവരെ സഹായിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, 8ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ സമയം. ദൈവമായ കർത്താവ് എന്നോടത് പറയുകയാണ്, 8ാമത്തെ പ്രാവശ്യമാണ് നിൻ്റെ സമയം, അടുത്ത പ്രാവശ്യം നിനക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. 8ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞത് ഇന്നലത്തെ ദിവസമായിരുന്നു. ഞാൻ ഇന്നലെ ചെന്നൈയിൽ പോകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പത്രികയും ഉടമ്പടിയും നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് പോയത്. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ ഞാനവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഒപ്പെടുത്ത് ഇൻ്റർവ്യൂ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അകത്തോട്ട് കയറിയത്. അപ്പോൾ ഇൻ്റർവ്യൂവേഴ്സ് 2 പേരായിരുന്നു, ഒരു എക്സ്റ്റേണലും ഒരു ഇൻറ്റേണലും. എക്സ്റ്റേണൽ വന്ന് ആദ്യമേ ചോദ്യം ചോദിച്ചു. സാധാരണ രീതിയിൽ ഈ എക്സ്റ്റേണൽ ചോദ്യം ചോദിച്ച് അയാൾക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം പറയും നെക്സ്റ്റ് ടൈം ചെയ്തോളൂ. അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നത്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇൻ്റേണലിനെ നോക്കി. ഇൻ്റേണൽ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒന്ന് പുറത്ത് പോയി നിൽക്ക്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. എക്സ്റ്റേണൽ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഇൻ്റേണൽ പറയുകയില്ല. ഞാൻ പുറത്ത് പോയിരുന്നു. ബുക്കിന് പകരം ഞാൻ കാശ് രൂപം കയ്യിലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ഇൻ്റേണൽ എന്നെ വിളിച്ചു. പിന്നെ അകത്ത് കയറിയപ്പോൾ ഇൻ്റേണൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇൻ്റേണലിനോട് ചോദിച്ചു, നേരത്തെ എന്തെങ്കിലും പറയായിരുന്നത്, നീ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം നിന്നെ പാസ്സാക്കുകയാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്സായി. ആ സമയത്ത് എൻ്റെ അമ്മ കൃപാസനത്തിൽ വിളിച്ചായിരുന്നു. കൃപാസനത്തിൽ നിന്ന് എൻ്റെ അമ്മക്ക് അവർക്ക് കൊടുത്ത വചനം സങ്കീർത്തന പുസ്തകം 71 16 വാക്യമായിരുന്നു. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തിയിലൂടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അങ്ങയെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ സാക്ഷ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ. അതല്ലാതെ മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി തന്നെ എഴുതിയതായിരുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ജോലിയും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സിലോട്ട് കയറണം എന്നുള്ളത്. കാരണം അവരെല്ലാവരും 2-3 കൊല്ലങ്ങളായിട്ട് വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 1-2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരും, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓരോരോ നല്ല കോഴ്സുകളിലോട്ടും കൂടാതെ നല്ല നല്ല ജോലികളിലോട്ടും PSC ലിസ്റ്റിലോട്ടൊക്കെ എല്ലാം കയറാൻ തുടങ്ങി. 2 പേർ വിദേശത്തിലോട്ടും പോയി. അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യമാണ് എൻ്റെ ആരോഗ്യപരമായി യൂറിക് ആസിഡിന് എനിക്ക് കുറച്ച് സർജിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് മരുന്ന് കൊണ്ട് ചിലപ്പോൾ മാറാൻ സാധ്യത കുറവാണ്, കാരണം 7.9 വന്ന് വെച്ചത്, 8 വന്നാൽ കൂടുതലാണ്, വളരെ കൂടുതലാണെന്ന് പറഞ്ഞത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ പ്രായത്തിൽ എനിക്ക് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 1 മാസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും വളരെ രീതിയിൽ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയും തൈലം എൻ്റെ ജോയിൻറ്റുകൾ നല്ല വേദനയായിരുന്നു യൂറിക് ആസിഡ് കൂടിയപ്പോൾ. ഞാൻ ജോയിൻറ്റുകളെ പറ്റി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അത് വളരെയധികം നോർമലായി വന്നിരിക്കുന്നു, വളരെയധികം കുറഞ്ഞ് അത് നോർമലായി വന്നിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ചേട്ടന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ചേട്ടൻ്റെ എക്സാമും ഇൻ്റർവ്യൂവുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ചേട്ടൻ പറഞ്ഞത് എല്ലാം വളരെ പാടായിരുന്നു. ഇൻ്റർവ്യൂ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസമായിരുന്നു വന്നിരുന്നത്, ഒട്ടും പ്രിപ്പയർ അല്ലാത്ത ദിവസമായിരുന്നു പോയിരുന്നത്. അപ്പോൾ 6 എക്സാം ഉണ്ടായിരുന്നതിൽ 5 എക്സാം പെട്ടെന്ന് പാസ്സാവുകയും 3 ഇൻ്റർവ്യൂവിൽ 1 ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം ആത്മീയമായ വളർച്ചയും മറ്റ് ഭൗതിക അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് എനിക്ക് നൽകിയിരുന്നു മാതാവ് വഴി. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് ഞാൻ പറയാമെന്നുള്ള ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കാരണം എൻ്റെ സമൂഹത്തിൽ ഞാൻ കാണുകയാണ്, ഇത്ര ചെറുപ്പക്കാരായ എല്ലാ വ്യക്തികളും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. കൂടാതെ അവർ വിശ്വാസം വളരെ കുറവും മറ്റു കാര്യങ്ങളിൽ വളരെ താല്പര്യം കൂടുതലുമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന വഴി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടായതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഞാൻ രാവിലെ 5:30 എണീക്കുകയും
രാവിലെ 5:30 തന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അത് ഉടമ്പടി വഴിയാണ് ഞാൻ ഇത് കൂടുതലായി എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്. അതിനു മുമ്പും ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്ക് അത്രയും തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ദൈവമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ചെയ്യാൻ സാധിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ അമ്മ മാതാവ് വഴി പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയോജനാലയത്തിൽ പോയി അവർക്ക് ഷേവ് ചെയ്യുകയും കുളിപ്പിക്കുകയും ചെയ്യും. എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയിലാണ് പോകുന്നത്. ഇപ്പോൾ എനിക്ക് ആ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലെല്ലാം പോകുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്തിരുന്നത് വെച്ചാൽ ഞാൻ പത്രം വാങ്ങിക്കുകയും അത് കുറച്ച് പത്രം അറിയാത്തടുത്ത്, അതായത് ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും കൊടുക്കുകയും കുറച്ച് പത്രം പള്ളികളിൽ കൊടുക്കുമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് പള്ളികൾ കൊടുത്തിട്ട് ആൾക്കാർ അധികം വായിക്കുകയില്ല, ആൾക്കാരുടെ വിശ്വാസം അങ്ങനെ കൂടാനും പോകുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ദൈവത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പിന്നെ 2 കെട്ട് പത്രം വാങ്ങിക്കുകയും അല്ലെങ്കിൽ 3 കെട്ട് പത്രം വായിക്കുകയും എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർ, അതായത് ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും മാത്രം കൊടുക്കുകയായി. കാരണം പള്ളികളിൽ തീരെ നിർത്തി ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും മാത്രം കൊടുക്കുകയായി. പിന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പത്രം വീട്ടിൽ നിന്ന് എടുത്തു പോകുമ്പോൾ എല്ലാ പത്രവും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി ആ പത്രത്തിന് മുകൾ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും